ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രീസ്റ്റ് സ്പിരിച്വൽ മിഷൻ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ബിബ്ലിക്കൽ പേഴ്സണാലിറ്റീസ് എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേഫിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ഇന്നേ ദിവസം നാം ആഗ്രഹിക്കുന്നത്. യൗസേഫ് എന്ന വാക്കിൻ്റെ അർത്ഥം യഹോവ വർദ്ധിപ്പിക്കട്ടെ എന്നതാണ്. യേശുവിൻ്റെ വളർത്തു പിതാവായി അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ തൊഴിൽ മരപ്പണി ആയിരുന്നു. അതുകൊണ്ട് വിശുദ്ധ മത്തായി 13:55 രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശു തച്ചൻ്റെ മകൻ എന്ന് അറിയപ്പെട്ടു. യൗസേഫിൻ്റെ പിതാവിൻ്റെ പേര് യാക്കോബ് എന്നാണ് വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നാം കാണുന്നത്. വിശുദ്ധ മത്തായി 1:16 യേശുവിൻ്റെ വംശാവലിയിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വിശുദ്ധ ലൂക്കോസ് 3:23 മുതൽ ആരംഭിക്കുന്ന യേശുവിൻ്റെ വംശാവലിയിൽ യൗസേഫിൻ്റെ പിതാവിൻ്റെ പേര് ഹേലി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹേലി യഥാർത്ഥത്തിൽ യൗസേഫിൻ്റെ പിതാവ് അല്ലായിരുന്നു. മറിയമിൻ്റെ പിതാവായ യൂയാക്കിമിൻ്റെ മറുപേരായിരുന്നു ഹേലി. അപ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതിയ യേശുവിൻ്റെ വംശാവലി യഥാർത്ഥത്തിൽ മറിയം വഴിയുള്ള വംശാവലിയാണ്. എന്നാൽ യൗസേഫിൻ്റെ പിതാവായ യാക്കോബിൻ്റെ അപ്പൻ മാഥാനാണെന്ന് വിശുദ്ധ മത്തായിയും യൗസേഫിൻ്റെ പിതാവ് ഹേലിയുടെ അപ്പൻ മാഥാൻ എന്ന് വിശുദ്ധ ലൂക്കോസും എഴുതിയിട്ടുണ്ട്. മാഥാനും മാഥാത്തും ഒരാൾ തന്നെ. അതായത് മാഥാൻ്റെ മക്കളുടെ മക്കളാണ് യൗസേഫും മറിയാമും എന്നർത്ഥം. വിശുദ്ധ മറിയം ചെറുപ്പത്തിലെ ദേവാലയത്തിൽ കാഴ്ചവെക്കപ്പെട്ട പെൺകുട്ടിയായിരുന്നു. എന്നാൽ അവൾക്ക് പ്രായപൂർത്തിയായപ്പോൾ അവളുടെ മാതാപിതാക്കൾ മരിച്ചുപോയതുകൊണ്ട് അവൾക്ക് പോകുവാൻ ഇടമില്ല. അതുകൊണ്ട് ദേവാലയ ചുമതലക്കാർ തന്നെ അവളുടെ വിവാഹം നടത്തുവാൻ തീരുമാനിക്കുന്നു. വിവാഹം നടത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലുള്ള ഭാര്യ ഭർത്തൃ ബന്ധം അല്ല അത്. അങ്ങനെ അവളെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ച പുരുഷന്മാരുടെ വടികൾ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ യൗസേഫിൻ്റെ വടി കിളിർത്തു വന്നു. അത് കണ്ട് യൗസേഫിനെയാണ് ഇക്കാര്യത്തിനു വേണ്ടി ദൈവം നിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കി അങ്ങനെയാണ് യൗസേഫിനെ മറിയാമിനെ വിവാഹം നിശ്ചയിക്കുന്നത് എന്നാണ് പാരമ്പര്യം. വിശുദ്ധ മറിയം യൗസേഫുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ കൂടി വരുന്നതിന് മുമ്പായി അവൾ ഗർഭിണിയായി എന്നാണ് വിശുദ്ധ മത്തായി 1:18 രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറിയം ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ യൗസേഫിന് അത് വലിയ പ്രയാസമായി. വിവാഹത്തിനു മുമ്പ് ഒരു സ്ത്രീ ഗർഭിണിയായാൽ അവളെ വ്യഭിചാരിണിയായി മുദ്രകുത്തി നിന്ദിക്കുകയും അപമാനിക്കുകയും ആവർത്തന പുസ്തകം 22:23 പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലുകയും യൗസേഫിന് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് രഹസ്യമാക്കി വെച്ച് സ്വയം ഒഴിഞ്ഞു പോകുവാനായിട്ടാണ് ശ്രമിച്ചത്. നിയമപ്രകാരമല്ല, മനുഷ്യത്വത്തോടെയും നീതിയോടെയും പ്രവർത്തിക്കുകയാണ്
യോസേഫ് പിതാവ് ചെയ്തത്. അതുകൊണ്ടാണ് സഭ അദ്ദേഹത്തെ ഹീനോ യോസേഫ് അഥവാ നീതിമാനായ യോസേഫ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സ്വപ്നത്തിൽ ദൈവം യോസേഫിനോട് ഇടപെടുകയും യഥാർത്ഥ കാര്യങ്ങൾ യോസേഫിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതോടെ യോസേഫ് മറിയാമിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. യോസേഫ് ഒരക്ഷരം സംസാരിക്കുന്നതായി വിശുദ്ധ ബൈബിളിൽ ഇല്ല. ദൈവം യോസേഫ് പിതാവിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കൃത്യമായി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. മറിയാമിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ സഹനങ്ങളിലൂടെ കടന്നുപോയി. ഗർഭിണിയായ മറിയാമിനെയും കൂട്ടി ബേത്ലഹേമിലേക്കുള്ള യാത്ര, ഉണ്ണിയേശുവിൻ്റെ ജനനം, ദുഷ്ടനായ ഹെരോദാവിൽ നിന്ന് യേശുവിനെ രക്ഷിക്കുവാൻ ഒരഭയാർത്ഥിയെപ്പോലെ ഈജിപ്തിലേക്കുള്ള യാത്ര, അവിടെ നിന്ന് നസ്രത്തിൽ വന്നുള്ള ജീവിതം, ഇങ്ങനെ വലിയ സഹനങ്ങളിലൂടെ ജീവിച്ചിട്ടും യാതൊരു പരാതിയും പറയാതെ നിശബ്ദമായി അദ്ദേഹം ജീവിച്ചു. ആയതുകൊണ്ട് തിരുക്കുടുംബ നായകനെന്നും കുടുംബത്തിൻ്റെ മധ്യസ്ഥനെന്നും അദ്ദേഹത്തെക്കുറിച്ച് സഭ കണക്കാക്കുന്നു. വിശുദ്ധ ബൈബിളിൽ അവസാനമായി നാം യോസേഫ് പിതാവിനെ കാണുന്നത് വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 41 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിന് 12 വയസ്സായപ്പോൾ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോകുമ്പോഴാണ്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളകളിലൊന്നും യോസേഫ് പിതാവിനെ നാം കാണുന്നില്ല. വിശുദ്ധ മറിയാമിന് വിവാഹം നിശ്ചയിക്കുമ്പോൾ യോസേഫ് പിതാവ് മധ്യവയസ്കൻ ആയിരുന്നു എന്ന് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സിനടുത്ത് പ്രായമുണ്ടാകും. അതുകൊണ്ട് ആ സമയത്ത് അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. വിശുദ്ധ മർക്കോസ് 6:3 യേശുവിനെക്കുറിച്ച് യഹൂദന്മാർ ഇവൻ മറിയാമിൻ്റെ മകൻ എന്ന് പറയുന്നുണ്ട്. യഹൂദിയിൽ സ്ത്രീകളുടെ പേരിൽ മക്കൾ അറിയപ്പെടാറില്ലാത്തതുകൊണ്ട് യോസേഫ് മരിച്ചുപോയി എന്നുള്ളത് സ്പഷ്ടമാണ്. മറിയമ്മിൻ്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ യോസേഫ് മധ്യവയസ്കൻ ആയിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഭാര്യയോ ഭാര്യമാരോ അവരിൽ മക്കളും ഉണ്ടായിരിക്കാം. ബഹുഭാര്യത്വം ആ സമൂഹത്തിൽ നിലവിലുണ്ടായിരുന്നല്ലോ. അവരൊക്കെയാകും യേശുവിൻ്റെ സഹോദരങ്ങൾ എന്ന് സുവിശേഷത്തിൽ നാം കാണുകയാണ്. യോസേഫ് പിതാവ് രാജഗോത്രമായ യഹൂദ ഗോത്രത്തിൽ ദാവീദിൻ്റെ വംശാവലിയിലാണ് ജനിച്ചത്. ലോകരക്ഷകനായ യേശുവിനെ കൈകളിലെടുത്ത് താലോലിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഗോസ്പൽ ഓഫ് സെന്റ് മേരി എന്ന അപ്പോക്രിഫ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.